ഞാൻ ഇന്നേ ഉക്കടം മാർക്കറ്റിൽ വന്നതാണ് കോയമ്പത്തൂര്. നമ്മുടെ നാട്ടിലേക്കാളും കുറച്ച് വില കുറവുണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മളുടെ വണ്ടിക്കുള്ള ഫുൾ സാധനങ്ങളും ഫിറ്റ് ചെയ്യാൻ വന്ന കടയാണ് കേട്ടോ ഫ്രണ്ട്സ്. അതായത് നമ്മളുടെ ഉക്കടം മാർക്കറ്റിൽ നിന്ന് ലോറിപ്പേട്ടയുടെ വഴിക്ക് കയറി വരുമ്പോൾ ഇവിടെ ഒരു PP ഗോൾഡൻ ബേക്കേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബേക്കറി ഉണ്ട്. അതിൻ്റെ നേരെ മുന്നിൽ കാണുന്ന ഫ്രണ്ട്സ് കാർ എന്ന് പറഞ്ഞിട്ടുള്ള കടയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ രാവിലെ വന്നതാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ വണ്ടിക്കുള്ള കാര്യങ്ങൾ ചെയ്തു തന്നു. ഈ ബ്രോയാണ് എന്നെ ഫോൺ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ സെറ്റാക്കിയത്. ആദ്യം ഞാൻ എൻ്റെ വണ്ടിയിൽ ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ബാക്കിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ ബാക്കിൽ 360 ക്യാമറയുടെ ഒരു ക്യാമറ വെച്ചു. അതുപോലെ തന്നെ എന്താ പറയുക, കുറേ മാറ്റിയിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. ഫ്ലോറിൻ്റെ മാറ്റും അടിച്ചിട്ടുണ്ട്. അപ്പോൾ കുറേ നമ്മളുടെ സാധനങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ പെട്ടിയും കാര്യങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ 360 ക്യാമറ കഴിഞ്ഞ് കഴിഞ്ഞാൽ 4D മാറ്റും പിന്നെ ഫ്ലോർ മാറ്റും അങ്ങനെയുള്ള 2 സംഭവമാണ് ചെയ്തത്. പിന്നെ അതേ ഇതാണ് സ്റ്റീരിയോ, അതുപോലെ തന്നെ മറ്റുള്ള ഹാൻഡ് റെസ്റ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? ഷാജി. നമ്മളുടെ കടയ്ക്ക് നമ്പർ ഈ പേരല്ലാണ്ട് നമ്പർ അങ്ങനെയൊന്നുമില്ലല്ലോ. ഇത് മാർക്കറ്റിന്റെ പുറത്തല്ലേ, അപ്പൊ അത് കാരണം അങ്ങനെയൊന്നുമില്ല. ഷാജി എന്നാണ് പേര്. അതെ, 360 ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആളെ വിളിച്ചപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട്. നിങ്ങൾ വായോ, വന്നതിന് ശേഷം നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. വന്ന് സംസാരിച്ച് ഞാൻ ഈ കാര്യങ്ങൾ വണ്ടിയുമേ 360യുടെ കാര്യങ്ങളും അതുപോലെ തന്നെ ഒരുവിധം നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്യിപ്പിച്ചു കേട്ടോ. അണ്ണാ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങടേക്ക് ഒരാൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ബെനിഫിറ്റ്? നമുക്ക് റേറ്റ് ഒക്കെ കുറച്ച് നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുമോ? നാട്ടില് ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ടാവും. ലോ ബഡ്ജറ്റിൽ പോയാൽ മാക്സിമം എല്ലാവരും ഡിസ്കൗണ്ട് ഉണ്ടാവും. ബ്രാൻഡിൽ പോയാൽ ഡിസ്കൗണ്ട് ഉണ്ടാവും. ഇപ്പോൾ ബ്രാൻഡ് വെച്ചാൽ കടയിൽ പോയാൽ 15,000 രൂപ പറഞ്ഞാൽ അവിടെ 13, 12 ആവും. നമ്മൾ കൊറിയർ കൊണ്ടല്ലേ, അപ്പോൾ കൊറിയർ പോകുമ്പോൾ ചെയ്തു തരും. അപ്പോൾ അതിൽ പ്രോഫിറ്റ് ഇല്ല. ഇപ്പോൾ നാട്ടിലൊരു കടയിൽ പോയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15 റുപ്യ വിലയുള്ള സാധനമാണെങ്കിൽ നിങ്ങൾ ഒരു 13 രൂപയ്ക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി കൊറിയറിൽ അവിടെ എത്താൻ കൂടി വന്ന് 500 രൂപയുടെ ചിലവുണ്ടാവുള്ളൂ അല്ലേ? അത്ര ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രാൻഡഡ് ഐറ്റം മേടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കടയിലേക്ക് സൂപ്പറായിട്ട് ആൾക്കാരെ പറഞ്ഞു വിടാം. അൺബ്രാൻഡഡ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്താ പറയുക, പ്രത്യേകിച്ച് കാര്യമില്ല. എല്ലായിടത്തും ഈ പറഞ്ഞ പോലെ 10 രൂപയ്ക്ക് 15 രൂപയ്ക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ തല്ലൂട്ടം ഫിറ്റ് ചെയ്യാൻ 100 രൂപ 50 രൂപ വ്യത്യാസം. ഇതൊന്നുമില്ല. പ്രീമിയം സാധനങ്ങൾ വേണമെങ്കിൽ ഈ കടയിലേക്ക് വരിക. ഈ കടയിലേക്ക് ഉള്ള സാധനങ്ങൾ നമുക്ക് ആൾ പരിചയപ്പെടുത്തി തരും. പിന്നെ മോമോ വീൽ പറയില്ല, സ്റ്റിയറിംഗ്, പിന്നെ ഓവൽ സ്പീക്കർ, ഇത് സോണി ഉണ്ട്. പിന്നെ ആഡിയോ, നല്ല ഒരു ആഡിയോ ബസ് അറിഞ്ഞ ബ്രാൻഡാണ് JL ആഡിയോ. ഇത് 2 കൊല്ലം വാറണ്ടി. ഫസ്റ്റ് ആദ്യം 1 കൊല്ലം 1+1 2 ഇയർ വാറണ്ടി ഉണ്ട്. JL കോമ്പണന്റ് സ്പീക്കറും പറയും, കോമ്പണന്റ്. ഇത് രണ്ടുമേ ഉണ്ടാവും. പിന്നെ JL കോഎക്സൽ, JBL കോഎക്സൽ. പിന്നെ പവർ ബസ്, ഇത് USA ബ്രാൻഡാണ്. ഇതൊക്കെ സ്പീക്കേഴ്സ് ക്വാളിറ്റി അയൺ സ്പീക്കർ. പിന്നെ നമ്മൾ സബ് ഉണ്ട്, ഇന്നോവ, ക്രിസ്റ്റ, പാച്ചൂല് എന്നൊക്കെ പറഞ്ഞില്ല. സ്ട്രിപ്പ് സബ് റെസ്റ്റോറാണ്. ഇത് മാക്സിമം നാട്ടിലെ ബ്രാൻഡ് തന്നെ റെസ്റ്റോറാണ്. എല്ലാ ഷോപ്പിലും ഉണ്ടാവും. കാപ്പൻ്റെ ഷോപ്പിലില്ലാത്തുണ്ടാവും. ഓക്കെ. അപ്പൊ നമുക്കതിലും കറക്റ്റ് അറിയില്ല കേട്ടോ, ആൾ പറയണതാണ് അറിയുള്ളൂ. അപ്പൊ ആളോട് നമുക്ക് ഇവിടുത്തെ വിലകളും കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറവുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്ന് മേടിക്കാമല്ലോ. അല്ലെങ്കിൽ എന്താ പറയുക, ഫോൺ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും പറയും. പിന്നെ ഏതാ ബ്രാൻഡ് സാധനങ്ങൾ? ജാപ്പനീസ് ടിവി ഉണ്ടല്ലേ, ഡബിൾ നോബ്, സിംഗിൾ നോബ് ഉണ്ട്. ഇതൊക്കെ ബ്രാൻഡഡ് ഐറ്റത്തിൽ പെടൂല്ലേ? ജാപ്പനീസ് ബ്രാൻഡാണ്. ഓക്കെ, ജെന്യൂൺ. ഇതൊക്കെ 464 അല്ലാതെ ആപ്പിൾ കാണുമ്പോൾ എല്ലാം കൂടെ വരും. ക്വാളിറ്റി നല്ല ഉണ്ടാവും. സ്കാനർ വരും, എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ. പിന്നെ അതേ ബ്രാൻഡിൽ നോക്കിയാൽ ജർമ്മന്റെ ഗോൾഡ് ഫിൽച്ച്, ഇത് നല്ല ഉണ്ടാവും. ഇത് 4GB 32. പിന്നെ ഓഡി ബെക്സ്, ഇത് ജർമ്മന്റെ. പിന്നെ ഡി ട്രാക്ക്. പിന്നെ നോക്കിയാൽ അതായത് പൈനിയർ. ഇത് സബ് ഊഫറാണ്. അണ്ടർ അല്ലേ? ഇത് മാക്സിമം എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അണ്ടർ സീറ്റ് ഇത് മാക്സിമം நிறைய ഷോപ്പിൽ ഉണ്ടാവില്ല, ചില ഷോപ്പിൽ ഉണ്ടാവും. കാപ്പിന്റെ ഷോപ്പിൽ ഇത് നല്ല ഉണ്ടാവും. വില നല്ല കൂടുതലാവൂല്ലേ? അത് കാരണം ആരും മേടിക്കല് കുറവാണ്. സാധാരണക്കാർ മേടിക്കില്ല. നല്ല എന്താ ഹൈ ക്ലാസ് വണ്ടിയും അതുപോലെ പാട്ടിനോട് ഇഷ്ടപ്പെടുന്നവരാണ് ഇത് മേടിക്കുക. ഓക്കെ. ഇത് ഫേമസ് ആയി ബ്രാൻഡ് മാക്സ് ലിങ്ക്, പിന്നെ മാക്സ് ലോക്സ്. പിന്നെ ഡയമണ്ടില് മോണോ ബ്ലാക്ക് ഈ ബ്രാൻഡ് ഉണ്ട്. പിന്നെ നോക്കിയാൽ അതൊരു ട്രെൻഡാണോ ഈ ഡയമണ്ട്? നല്ല മൂവിംഗ് ഉണ്ട്. പക്ഷെ എനിക്ക് അതിന്റെ നോബൊന്നും കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ സാധാ മതി എന്ന് പറഞ്ഞിട്ട് കാരണം. പിന്നെ അതന്നെ പൊടി ഉള്ളിലൊക്കെ പിടിച്ചാൽ തുടയ്ക്കാനൊക്കെ ബുദ്ധിമുട്ട് അല്ലേ? പിന്നെ പലർക്കും പല ഇഷ്ടമാണ്. ഇന്ത്യൻ ബ്രാൻഡ് TVS ഇന്ത്യൻ ബ്രാൻഡാണ്. ഇത് നോക്കിയാണെങ്കിൽ 4GB 64 വരും നിങ്ങൾക്ക്.
T5L പ്രോസസർ ആ ഇത് നോക്കിയാ വണ്ടി ഉണ്ടല്ലേ ഉവ്വ. നിങ്ങളുടെ വണ്ടി ഡയറക്റ്റ് ലൈവില് നോക്കാം ആ ആ ആ ട്രാക്കിങ് ആ ആ സിസ്റ്റം ആ ആ ഓ ആ വാറണ്ടി വരും. അതൊക്കെ റേറ്റ് കമ്പാരിറ്റീവ്ലി മറ്റേ അപേക്ഷിച്ച് കൂടുതലോ കുറവാ? കുറച്ച് നല്ല ഒരു ബഡ്ജറ്റ് നല്ല ബ്രാൻഡാണ്. അതെ അല്ലേ? പിന്നെ LED ലൈറ്റ്സ് നമ്മളുണ്ട് ബ്ലോക്ക് ബസ്റ്റർ സൈബോടെക് പിന്നെ 3 കളർ ലൈറ്റ്സ് ചോദിക്കും നമ്മുടെ നാട്ടില് ആ ആ വൈറ്റ് അപ്പൊ നോക്കിയാൽ നിങ്ങൾക്ക് വാം വൈറ്റ് മിസ്റ്റ് യെല്ലോ ഫ്ലാഷിങ് ഓ ഓ ഓ നോക്കി ഇവിടെ നമ്മള് തമിഴ്നാട് യൂട്യൂബിൽ എല്ലാത്തും 8 രൂപ പറഞ്ഞിട്ടുണ്ട് തമിഴ്നാട്ടിൽ കണ്ടുമ്പോൾ 7 രൂപ ചെയ്തത് 7 രൂപ അല്ലേ? ഓഫർ പ്രൈസ്. ഓ ഓ അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഓഫർ റേറ്റിൽ കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. പ്രൊജക്ടർ ലാമ്പ് 3 ഇഞ്ച് പ്രൊജക്ടർ ഇവിടെ നിങ്ങളുടെ വണ്ടിയിൽ 2 ഇഞ്ച് പ്രൊജക്ടർ. അതെ, നമുക്ക് ഒരു സംഭവം പ്രൊജക്ട് ലാമ്പ് വെക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ല പ്രൊജക്ട് ലാമ്പ് എന്നല്ല, ഒരു ഫോഗ് ലാമ്പ് പോലും ഇവിടെ വെക്കാൻ പറ്റിയില്ല. അതെ, 2 ഇഞ്ച് പ്രൊജക്ടർ ഇത് 3 ഇഞ്ച് ആ ആ ഇതൊക്കെ വെക്കാം. ഇത് 3 കളർ വരും, വൈറ്റ് വാം വൈറ്റ് മിസ്റ്റ് യെല്ലോ. ഓക്കെ. ഈ 2 ഇഞ്ചിന്റെ എന്തെങ്കിലും ലൈറ്റ് വരുന്നുണ്ടോ? ഒന്നും ഉണ്ട്. ബ്രാൻഡിൽ മാക്സ് പറഞ്ഞ ഒരു സാധനം ആ ആ അതിന് മാത്രമേ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. റേറ്റ് കുറച്ച് കൂടുതലുണ്ടാവും. അതാണ് ആരും വെക്കാത്തത് അല്ലേ? ഓക്കെ ഓക്കെ. ആ പിന്നെ അത് റെക്സോണിക് 300 വാട്ട്സ് ഉണ്ട്. ഇത് നമ്മൾ ഓഫറിൽ 7 രൂപ കൊടുത്തിട്ടില്ല. 7 രൂപ. ആ ആ പിന്നെ അണ്ടർ സീറ്റ് സബ് വരില്ല. ഓ ഓ ഓ ഇതും ബ്രാൻഡഡ് തന്നെയാണ്. ഇത് ബൗസ്റ്റിക്ക് ഇത് എൻട്രി ലെവലാണ്. ഇത് സ്റ്റാർട്ടിങ് 6 രൂപ വരും. 6 രൂപ ഉള്ളൂ അല്ലേ? 6 രൂപയാണുള്ളൂ. സബ് ആമ്പ് കൂടെ. ഓക്കെ ഓക്കെ. ആ വിത്ത് ആമ്പ്. ഇത് കോമൺ സ്പീക്കർ പറയും എംട്രെക്സ് ബ്രാൻഡ്. ഇത് ഞങ്ങളുണ്ടാവും. ഇത് ബേസിക് ടെക് മോഡലിലൊക്കെ ബേസിക് വരും. പിന്നെ ഇത് ഇൻഫിനിറ്റി ആൽഫാന്റെ സ്പീക്കർ കോമണന്റ്. പിന്നെ ഇത് ഔറ റഷ്യൻ ബ്രാൻഡ്. ഇത് നല്ലതാവും. പിന്നെ കിക്കർ പിന്നെ ആഡിബക്സ് ഓവല്. ഇതിൽ നമുക്ക് ഈ സ്പീക്കേഴ്സിൽ ഏറ്റവും അധികം മൂവ്മെന്റ് ആയിട്ട് നിങ്ങളുടെ ഈ ഷോപ്പിൽ ഏറ്റവും അധികം ആൾക്കാർ വന്ന് കൂടുതൽ വെക്കുക ഏതാണ്? നല്ല മൂവി ബഡ്ജറ്റ് ബഡ്ജറ്റ് കുഴപ്പമില്ല എന്ന് പറയുന്ന ആൾക്കാർ ഏറ്റവും JL ഇതില്ലേ? ഇതാണ് ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് അല്ലേ? നല്ല മൂവി ഉണ്ട്. ബഡ്ജറ്റിനുള്ളിൽ പോണ്ട ഇത് ഇൻഫിനിറ്റി. ഓക്കെ ഓക്കെ. JBL സ്റ്റേജ് 2 അതിൽ നോക്കി ചെയ്തിട്ടുണ്ട്. ഓട്ടോമോച്ചിന്റെ റെക്സോണിക് പിന്നെ ഇത് വേൾഡ് ടെക് അല്ലേ? ഈ വേൾഡ് ടെക്കിന് എന്ത് വില വരുന്നത്? വേൾഡ് ടെക് ഒരു നമ്മുടെ തൃശ്ശൂരൊക്കെ അത്യാവശ്യം ചിലവുള്ള ഒരു സാധനം. അപ്പൊ അതുകൊണ്ട് 500 ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. അത് ക്യാമറ ഉണ്ടാവും അതിനകത്ത് ഇൻക്ലൂഡ് വിത്ത് ക്യാമറ അല്ലേ? റിവേഴ്സ് ക്യാമറ അടക്കമുള്ളത്. ഓക്കെ 500. സിംഗിൾ നോബ് അല്ലേ? ഡബിൾ നോബ്. വൺ പ്ലസ് അത് ടിവിയുടെ കമ്പനിക്കാരെയാണോ? കോപ്പിയാണ് അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ LED ലൈറ്റ്സ് ആട്ടാ നമ്മുടെ കാറിൽ പവർ കമ്മി വരും. 55 വാട്ട്സിലാണ് വരും ബൾബൊക്കെ, ഹാലജൻ ബൾബ്. നമ്മൾ ഊരിയിട്ട് LED ബൾബ് ഇടാം. അപ്പൊ അതിന് വേറെ കട്ടൗട്ടറോ കാര്യങ്ങളോ ഒന്നും വെക്കൊന്നും വേണ്ട? ഒന്നും വേണ്ട. അപ്പൊ അതിനുള്ള പവർ കിട്ടുമോ? നല്ല പവർ ഉണ്ടാവും. ഇത് ഇപ്പൊ എത്ര വാട്ടിന്റെ? ഇത് 130 വാട്ട്സ് ആട്ടാ. ഇത് സ്റ്റാർട്ടിംഗ് വരെ 3500 വരും. 2 കൊല്ലം വാറണ്ടി. 130 വാട്ട്സ്. നമ്മുടെ മറ്റേ ഇതിൽ വരുന്നത് ഇപ്പൊ സാധാരണ നോർമൽ വണ്ടികളിൽ വരുന്നത് എത്ര വാട്ടാ? 55 വാട്ട്സ്. അതാണ് 130 ആവണത്. അപ്പൊ ഓൺലൈനിൽ 14,000 രൂപ ഉണ്ട്. നമ്മൾ ഓഫർ പ്രൈസ് 8 രൂപ ചെയ്തില്ല. 8. ഓക്കെ. പിന്നെ ബ്ലോക്ക് ബസ്റ്റർ ഉണ്ട്. പിന്നെ പൈനിയറിന്റെ സ്പീക്കേഴ്സ് ഉണ്ട്. 6 ഇഞ്ച് സ്പീക്കർ. പിന്നെ മോക്കോ ക്യാമറ. പിന്നെ പൈനിയർ ആൻഡ്രോയിഡ് ഉണ്ട്. പൈനിയറിന്റെ ആൻഡ്രോയിഡ് യൂട്യൂബ് വർക്ക് ചെയ്യോ? യൂട്യൂബ്. അപ്പൊ അതിനെന്ത് വിലയുണ്ട്? അത് നോക്കിയാൽ നിങ്ങൾ മാക്സിമം പുറത്തൊക്കെ 30 രൂപ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ ബെസ്റ്റ് ചെയ്തുതരാം. മാക്സിമം 29-28 ചെയ്തുതരാം. അതെ അല്ലേ? ഞാൻ പൈനിയറിന്റെ ഉള്ളത് ഞാൻ പോലും കണ്ടിട്ടില്ല. മൊത്തത്തിൽ വൈഫൈ കണക്കാക്കിയാൽ പോകും. യൂട്യൂബ് കാണാൻ വെബ് ലിങ്ക് ഉണ്ടല്ലോ, വെബ് ലിങ്ക് ഓപ്ഷൻ ഉണ്ടാവും. ഓ അങ്ങനെയാണ്, ഡയറക്റ്റ് അല്ല. അതാണ് കിട്ടൂല എന്ന് ഞാൻ വിചാരിച്ചത്. കോമൺ സ്പീക്കർ വേൾഡ് ടെക് ആണ്. ഇത് ബേസിക് എൻട്രി ലെവല്. ഇത് 2700 വരും. 2700 2007. പിന്നെ ആഡിസൺ സ്പീക്കർ. പിന്നെ സോണിന്റെ കോമണന്റ് കോഎക്സില്. കോമണന്റും എന്നിട്ട് കോഎക്സിലും തമ്മിൽ എന്ത് വ്യത്യാസം ശരിക്കും പറഞ്ഞു? കോഎക്സിൽ പറഞ്ഞാൽ ട്യൂബ് ഇൻബിൽറ്റ് ആയിട്ട് വരും. കോമണന്റ് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് സെപ്പറേറ്റ് വരും. നമ്മൾ ബേസ് വേരിയന്റ് തണിച്ചാവും, ചിൽനെസ് തണിച്ചു വരും. ഓ നമ്മളുടെ ഇപ്പൊ ഒരുമിച്ചുള്ളതല്ലേ വെച്ചേക്കണം? അതിനല്ലേ ശരിക്കും പറഞ്ഞ പൈസ കുറവ്? പൈസ കുറവ്, കോമണന്റ് പൈസ കൂടുതൽ. ഓക്കെ ഓക്കെ. എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അങ്ങനെ അറിയില്ല, അതാണ് ഞാൻ ചോദിച്ചു മനസ്സിലാക്കുന്നത്. കോമണന്റിന്റെ ഇത് JBL കോമണന്റ്, ഇത് കോഎക്സില്. പിന്നെ നാക്കാമുച്ചി സ്പീക്കർ, പിന്നെ ആങ്കർസ്, പിന്നെ വെസ്റ്റോണ്, പിന്നെ TVS, അതിന്റെ എല്ലാത്തിന്റെയും ഇതുണ്ട്. പിന്നെ നമ്മൾ ആട്ടോകളൊക്കെ ഫിറ്റ് ആക്കില്ല.
സാധാരണ നോർമൽ നോർമൽ ഇതിലെല്ലാം ബ്രാൻഡ് ഉണ്ട്. മൈ ടി വി എസ്, പൈനിയർ, JBL, സോണി, പിന്നെ ആംപ് ഒക്കെ ചോദിക്കില്ലേ. അല്ല ഞാൻ ചോദിക്കുന്നത് ഈ ഒരു ടൈപ്പ് സംഭവം ഇപ്പോഴും കാറുകളിലൊക്കെ വെക്കാനായിട്ട് ആൾക്കാർ ചോദിക്കും. ഏറ്റവും കുറഞ്ഞ സിസ്റ്റം എത്ര രൂപ വിലയുണ്ട്? ഒരു കൊല്ലം വാറന്റി വരും. എല്ലാത്തും വാറന്റി സാധനം 1600 വരും. ഏറ്റവും കുറഞ്ഞത് ബേസ് വാറന്റി വേണ്ട 1600, വാറന്റി വേണ്ട പറഞ്ഞ 800 രൂപ വരും. 800 രൂപ ഉള്ളൂ വാറന്റി ഇല്ലാണ്ട്. ബേസ് ആയിട്ട് ഒരു 4 സ്പീക്കർ വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ വർക്ക് ചെയ്യും അല്ലേ? ഓക്കെ. അപ്പൊ 4 ഏറ്റവും വില കുറഞ്ഞ സാധാ ഒരു സ്പീക്കറിന് എത്ര റേറ്റ് ഉണ്ട്? വില കുറവ് സ്റ്റാർട്ടിംഗ് ഒരു 1000 രൂപ. 1000 രൂപ. അപ്പൊ പെയർ അപ്പോ 1000, 2000, 2800 രൂപയ്ക്ക് പിന്നെ ഫിറ്റിംഗ് വരുള്ളൂ അല്ലെ? അത്ര രൂപയ്ക്ക് വേണമെങ്കിൽ ഒരു സെറ്റ് വെച്ച് പോവാൻ 2800 രൂപയ്ക്ക് വേണമെങ്കിൽ വെച്ച് പോകാൻ പറ്റും നമുക്ക്. സ്പീക്കർ ആംപ് ഒക്കെ വരും. ഓഡിയോ നല്ല ചെയ്യില്ല, അതിന് ആംപാണ് മെയിൻ. അതിലോട്ട് അൽപൈന്, ടോപ്പ് ആൻഡ് ബ്രാൻഡ്, പിന്നെ ബ്ലോപ്പങ്ക്, ജർമ്മന്റെ, പിന്നെ സോണി, പൈനിയർ, പിന്നെ അതേപോലെ സിസ്റ്റം നോക്കി കാക്കാമ്പുച്ചി. ഇത് ജാപ്പനീസ് ബ്രാൻഡാണ്. 1948 ഇത് മാനുഫാക്ചറിംഗ് അന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. അന്ന് തുടങ്ങിയതാണ്. ഇത്ര കൊല്ലായിട്ടുണ്ട് അല്ലേ? 48. പിന്നെ പൈനിയർ വാങ്ങലുണ്ട്. പിന്നെ നോക്കി ഇത് ഓവല് ഇത് എത്ര വാട്ടില്ല? ഇത് 400 രൂപ. 400 വാട്ട്സ് അല്ലേ? ഓക്കെ ഓക്കെ. പിന്നെ നോക്കിയാൽ സാംസങ് കോൺവെന്റ് നിങ്ങൾ ചോദിച്ചല്ലേ, അതേ. പിന്നെ മോക്കോൾ ഡബിൾ ലെൻസ്, ഇത് ഓഫറിൽ പറയാം 16 രൂപ ചെയ്തില്ല. 16 അത് 30 രൂപ ഉണ്ട്. ഓഫറിൽ 16 രൂപ ചെയ്തില്ല. 16 രൂപ മോക്കോ. പിന്നെ ടിവിസ് നമ്മൾ പ്രോജക്ട് ഉണ്ട്, 3 കളർ ലൈറ്റ് ഉണ്ടാവില്ല. ഇത് സിംഗിൾ കളർ വാം ആയിട്ട് വരും. ഇത് 2 കൊല്ലം വാറന്റി. പിന്നെ നീഡ് പെർ സ്പീഡ്. പിന്നെ നോക്കിയാൽ മോക്കോ ഉണ്ട്. നാട്ടിൽ അറിയാൻ ചോദിക്കും. മോക്കോ അറിയാത്ത എല്ലാ കസ്റ്റമറും കൂടി നമ്മളെ ഫിറ്റിംഗ് ആക്കിയിട്ടുണ്ട്. മോക്കോ നോക്കിയാൽ സെറ്റ്, ക്യാമറ, പാനൽ ഫിറ്റിംഗ് എല്ലാം കൂടി 32 രൂപ ചെയ്തില്ല. 32 രൂപ. 360 ക്യാമറ ഉൾപ്പെടെ. ഓക്കെ ഓക്കെ. ക്യാമറ കിട്ടി. ഈ ഇത്ര വിലയുടെ ഒക്കെ ചെയ്യുമ്പോഴത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാരിറ്റി ബേസും അതേപോലെ തന്നെ എന്താ പറയുക അതിന്റെ പെർഫോമൻസ് ബേസും ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. നല്ല അടിപൊളിയായിരിക്കും അല്ലേ? വില കുറവ് ഒരു കൊല്ലം വരും. അതെ 4-5 കൊല്ലം. അതെ അതെ. ഓക്കെ. അപ്പൊ നമുക്ക് ബാക്കി ഇപ്പൊ സ്പീക്കറുകളും ഇവിടെ ഉണ്ടോ വേറെ? MTX കോമ്പണന്റ്, പിന്നെ ആൽപൈൻ കോമ്പണന്റ്, പിന്നെ ഇൻഫിനിറ്റി MTX ഇത് ആംപ് ഉണ്ട്. പിന്നെ ഔറാന്റെ സ്പീക്കർ ഇതൊക്കെ ഉണ്ട്. ഈ ഇൻഫിനിറ്റി എങ്ങനെ മൂവ്മെന്റ് ഉള്ള ഒരു സാധനമാണോ? അതെ അല്ലേ? സൂപ്പറാ അല്ലേ? ഓക്കെ. നമുക്ക് ബാക്കിയുള്ള ഇപ്പോൾ സ്പീക്കറും സെറ്റുകളുമാണ് ഇവിടെ നമ്മൾ കൂടുതലും കണ്ടത്. ഇനിയിപ്പോൾ ഇവർ ഇവിടേക്ക് വരികയാണെങ്കിൽ ഇവർക്ക് എല്ലാ സംഭവങ്ങളും ഉണ്ട്. പുറത്തേക്ക് ഒന്നിനും പോകേണ്ട, സ്റ്റിക്കർ വർക്കിനായാലും പുറത്ത് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വണ്ടിക്കൊക്കെ ചെയ്തായിരുന്നു കുറച്ച് സ്റ്റിക്കർ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ സീറ്റ് അടിക്കണമെങ്കിലും വേറെ പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. എല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെ സീറ്റ് അടിക്കലായാലും അതുപോലെ തന്നെ മറ്റേ ഫ്ലോർ മാറ്റ് ഉള്ളതായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഇനി ഇവിടെ കുറച്ച് സംഭവങ്ങളുണ്ട്. നമുക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങളും സബ് ഊഫറുകളുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി നോക്കാം കേട്ടോ. സ്റ്റിയറിംഗ് ഗ്രിപ്പ് ഉണ്ട് നമുക്ക്. സ്റ്റിയറിംഗിന്റെ ഗ്രിപ്പ് അല്ലേ? മോപ്പ്, പിന്നെ വയറിംഗ് കിറ്റ്, സബ് ഉണ്ടാവും. സബിന്റെ വയറിംഗ് കിറ്റ്, പിന്നെ ചാർജർ, മൊബൈൽ ഹോൾഡർ, പിന്നെ നോക്കിയാൽ ബ്രഷ്, ആക്സറീസ് എല്ലാ സാധനവും ഉണ്ടാവും. ഡോർ ഗാർഡ്, കമ്പർ ക്ലിപ്പ് അതൊക്കെ ഉണ്ടാവും. പിന്നെ മെയിൻ സബ്ബാണ് നമ്മുടെ ഒക്കെ ഒരു വീക്ക്നെസ് ഉള്ള സാധനം അല്ലേ? സബ് ട്യൂബ് ഈ ബ്രാൻഡ് വരും. നല്ല ബ്രാൻഡാണോ? ഇത് ബേസിക് ഒരു എൻട്രി ലെവൽ ബ്രാൻഡ്. എൻട്രി ലെവലിൽ ബ്രാൻഡാണ്. ഇത് നമ്മൾ 3,500 കൊടുത്തിട്ടുണ്ട്. 2,800. ശരിക്കും പറഞ്ഞ ബേസ് എന്ന് പറഞ്ഞാൽ അതിനുള്ളത് നമ്മൾ ഉദ്ദേശിച്ചാൽ മതി. ആ പൈസക്കുള്ള ഒരു പെർഫോമൻസ് ഉദ്ദേശിച്ചാൽ മതി. അപ്പൊ നമ്മൾ എന്ത് സാധനം പറയുമ്പോഴും വില കുറവാകുമ്പോൾ നിങ്ങൾ ഏറ്റവും ടോപ്പ് ആവുമ്പോൾ പൈനിയറിന്റെ വർക്ക് ചെയ്യുമെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. ഇത് അതിൻ്റെതായിട്ടുള്ള ആ പൈസക്കുള്ള വർക്ക് അത് ചെയ്യും അല്ലേ? സബ് ഉണ്ട്, വേൾടെക്കിന്റെ സബ് ഉണ്ട്, സോണിക്കിന്റെ ഉണ്ട്, പിന്നെ നോക്കിയാൽ അത് ബോസ്റ്റിക്ക്, പിന്നെ ഡബിൾ സബ് ഉണ്ട്. ഓ ഇത് വെറൈറ്റി ഉള്ളത് കാണാത്ത സാധനമുള്ള. ഇതിന് എന്ത് റേറ്റ് വരുന്നുണ്ട് ചേട്ടാ? ഇതൊക്കെ ഒരു 13 രൂപ വരും. 13 രൂപ അല്ലേ? ബ്രാൻഡ് എന്തിട്ടാണ്? റെഡ് സോണിക്. നല്ല ബ്രാൻഡാണോ? ഇത് സീറ്റിന്റെ അടിയിൽ വേണമെങ്കിൽ വെക്കാം അല്ലേ? സീറ്റിന്റെ അടിയിൽ വെക്കാം. സീറ്റ് വെക്കാം. ബാക്കിന്റെ വലിയ വണ്ടി വരില്ല. ഓ കാറ് പോലെയുള്ള വണ്ടികളുടെ ബാക്കിൽ സ്ഥലം ഇല്ലാന്ന് വെച്ചാ മനസ്സിലായി. അതാണ് ഇത്ര തിന്നായിട്ടുള്ളത്. പക്ഷെ അപ്പൊ അതിനുള്ള ബീറ്റ് കിട്ടുമോ നമുക്ക് ഇത്ര ചെറുതായതുകൊണ്ട്? സൂപ്പർ ആയിട്ടുണ്ടാവും. ഓ അല്ലേ? ഓക്കെ. പിന്നെ ഇപ്പൊ നമ്മുടെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ആക്സസറീസ് എന്തൊക്കെയുള്ള നമ്മളുടെ എല്ലാ ബ്രാൻഡും ഗാർവൽ, ഐസ്കൂള്, ആർട്ടിക്കൂള്, ഫ്രണ്ടി, സെറാമിക് ഷീൽഡ്, ഹൈ ടച്ച് എല്ലാ ബ്രാൻഡ്സും ഉണ്ടാവും. ഓക്കെ. ആൾക്കാർക്ക് ഏറ്റവും അധികം താല്പര്യമുള്ള സാധനം സിംഗിൾ ഡോർ ബെട്ടാ. ഇത് നോക്കിയാൽ ആംബിയൻസ് ലൈറ്റ് വരും. ഇതില് ആംബിയൻ ലൈറ്റ് വരും, കളർ ചേഞ്ചിങ് വരും. നോക്കിയാൽ നിങ്ങൾ പ്രസ് ആക്കാം.
ലൈറ്റ് എല്ലാം ചേഞ്ചസ് ആവും, വാല്യൂം ബട്ടൺ എല്ലാം ഇതിലുണ്ടാവും, കൺട്രോളറൊക്കെ എല്ലാ അഡ്ജസ്റ്റ്മെന്റ് എല്ലാം വരും. പിന്നെ ഇതൊന്ന് ഡബിൾ നോബ്, ആംബിയൻസ് ലൈറ്റിന്റെ കളർ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക അല്ലേ? ചേഞ്ച് ആക്കിയിട്ടേ ഇരിക്കാം. പിന്നെ ഡബിൾ നോബ്, ഇതാണ് ഡയമണ്ട് കട്ട്. ഡയമണ്ട്. ഇതിപ്പോ എല്ലാ ആൾക്കാരും ഈ ഒരു സെറ്റ് കാണുമ്പോൾ ചോദിക്കും ഏറ്റവും ഫസ്റ്റ് ഇതിന് എന്ത് വിലയുണ്ടെന്ന് വിചാരിക്കും. ചേട്ടാ ഇതില് വന്ന് 4GB ഉണ്ട്, 6GB ഉണ്ട്. ഇതില് 4GB നിങ്ങൾ എടുക്കണം പറഞ്ഞാൽ 5,500 വരും. അത് 6GB എടുക്കണം പറഞ്ഞാൽ 6,500 വരും. പിന്നെ നല്ല ബ്രാൻഡിലേക്ക് പോകുന്തോറും ഇങ്ങനെ കൂടി 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 പോകും അല്ലേ റേറ്റ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ 5,500 എടുക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലൈഫ് ക്വാളിറ്റി കുറവ് മതി, അല്ലെങ്കിൽ നാശമായിക്കോട്ടെ, അങ്ങനെയുള്ളൊരു കണ്ടീഷനിലാണെങ്കിൽ അത് മതി. പക്ഷെ നല്ലത് ലൈഫ് ടൈമിലേക്ക് വേണമെന്ന് തോന്നി കഴിഞ്ഞാൽ വില കൂടിയത് മേടിക്കുക. അതെ, ഇവിടെ അതുപോലെ തന്നെ ഇവിടെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ഇവരുടെ കാർ കടയുടെ നമ്പറും അതുപോലെ തന്നെ അതെ നമ്പറാണ് ഈ കാണുന്നത്, കണ്ടില്ലേ നമ്പർ ഇവിടെ ഉണ്ട്. ആ വിസിറ്റിംഗ് കാർഡ് ഞാൻ കാണിച്ചു തന്നു കേട്ടോ. ഇതൊക്കെ ചാർജേഴ്സ്, പിന്നെ TVS ബ്രാൻഡ് ചാർജേഴ്സ് ഒക്കെ ഉണ്ട്. ഫ്ലാഷ് ചാർജർ ഉണ്ട് അതിനകത്ത്, പെട്ടെന്ന് ചാർജ് തരുന്നത്. അതിന് എത്ര രൂപ ഉണ്ട്? അതൊക്കെ മാക്സിമം 800 വരും, പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് കയറണം എന്നുള്ളത്. സ്റ്റിയറിംഗ് ഗ്രിപ്പൊക്കെ ഉണ്ട്, സ്റ്റിയറിംഗ് ഗ്രിപ്പുകളുണ്ട്, സീറ്റ് ഉണ്ട്, മോക്കോ ഉണ്ട്. ഇത് ഇത് ബ്രാൻഡുകളാണ് അല്ലേ? ഓക്കെ ഓക്കെ, നല്ല നല്ല ബ്രാൻഡ്. പണ്ടൊക്കെ തയ്ച്ചിടുമായിരുന്നു. തയ്ച്ചിടോ? അതും ഇടും, അതും ചെയ്യും അല്ലേ? അതേപോലെ അല്ലേ? പിന്നെ മിറർ മോണിറ്റർ. അപ്പൊ നിറയെ പേര് ആൻഡ്രോയിഡ് വേണ്ട ചെറിയ റിവേഴ്സ് മോഡ് കളാണ് മിറർ മോണിറ്റർ. കീ ചെയിൻസ്, പിന്നെ കീ ലോക്ക്, പിന്നെ വണ്ടിയിലൊക്കെ പമ്പർ ഗ്രിപ്പ് എല്ലാമേ ഉണ്ടാവും. പിന്നെ ലാപ്ടോപ്പ് ചാർജർ ഉണ്ട്, TVS ബ്രാൻഡ്. ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ പറ്റും? ലാപ്ടോപ്പ് ചാർജറാണ് അതിന് പറഞ്ഞത്. അത് പെട്ടെന്ന് ഫാസ്റ്റ് ചാർജർ TVS ഇന്ത്യൻ ബ്രാൻഡ് ആണ്. TVSന്റെ പിന്നെ വില കുറവ് ബൾബ് C6 ബൾബുകളല്ല, സാധാ ടൈപ്പ് LED ബൾബ്, എല്ലാ ടൈപ്പും ഉണ്ട്. LED ബൾബിന് വില കുറവ്, വാറണ്ടി വരില്ല. ഇവനാണ് ഇവിടുത്തെ മെയിൻ. നിന്നെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് നീ അല്ലേ? നീ എന്നെ ചീത്ത പറയുന്ന പറഞ്ഞ ജനറൽ മാനേജർ ജനറൽ മാനേജർ ഇവനാണ് ഇവിടെ വരുമ്പോൾ ഉണ്ടാവുക. എല്ലാവർക്കും നമ്മുടെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാരോടൊക്കെ എന്താ പറയുക, നല്ല പൈസ കുറവിൽ കൊടുക്കുക, അടിപൊളിയായിട്ട്. വേണ്ട, ഫ്രീ കൊടുക്കണ്ട. എൻ്റെ പേര് പറഞ്ഞ് ഫ്രീ കൊടുക്കുന്നു. ഫ്രീ വേണ്ട, നീ പൈസ മേടിച്ചാൽ ലേശം ഒന്ന് അതെ ഡിസ്കൗണ്ട് ഒന്ന് കൊടുത്താൽ മതി. ഇവനാണ് ഇവിടുത്തെ മെയിൻ ആളെ, എപ്പോഴും ഉണ്ടാവുക. അതേപോലെ 360 നിങ്ങളെ വണ്ടി ചെയ്യല്ലേ? അതേപോലെ TVS ബ്രാൻഡ് ഉണ്ട്, ജെൻസോൾ സിംഗിൾ ലോക്ക് ബ്രാൻഡ്. അതൊക്കെ 360 ആണ്. 360 നോർമലും ഉണ്ട്. പിന്നെ നോക്കിയാൽ നിങ്ങൾക്ക് അതേ ഡയമണ്ട് എംട്രാക്സ് ബ്രാൻഡ്, പിന്നെ സാൻസോയ് പറഞ്ഞില്ല 9 ഇഞ്ച് ആണ് ഇത്. പിന്നെ ബ്ലോക്ക് ബസ്റ്റർ ബ്രാൻഡ്, പിന്നെ ഒറിജിനൽ ഡയമണ്ട്. അതാണ് ഈ ഒറിജിനൽ ഡയമണ്ട് എന്ന് പറയുന്ന സാധനം. അതിന് എത്ര വിലയുണ്ട്? അത് മാക്സിമം 8,000 ഉണ്ട്. 8,000 അത്രയാണുള്ളൂ. ഒറിജിനൽ 4GB 32 ജെന്യൂഡ് ശരിക്കും ഉണ്ടാവും. ഫ്ലാഷ് ഇല്ല. 6GB പറഞ്ഞില്ല ഡയമണ്ട്, 6 വരൂല, 2GB 4 നോക്കിയാൽ നിങ്ങൾക്ക്. അതേപോലെ ഡാഷ് ക്യാം CP+ 4G ഉണ്ട്. ഈ ഡാഷ് ക്യാം സ്റ്റാർട്ടിംഗ് പ്രൈസ് സാധനം കാണിച്ചാൽ 1,500 ഉണ്ട് നമുക്ക്. അത് ബ്രാൻഡ് പറഞ്ഞ CP+ ഉണ്ട്, 4G ഉണ്ട്. ഇത് കാർ DVR പറയും ഈ ബ്രാൻഡ്. പിന്നെ വേൾടെക് ഒക്കെ ഉണ്ട്. അതൊക്കെ നല്ലതാവും സാധനം. പിന്നെ അതിന് നോക്കിയാൽ സ്പീക്കേഴ്സിലൊക്കെ കണ്ടല്ലേ, ഇത് അവിടെ ഇരുന്ന അതേപോലെ സെയിം സാധനങ്ങൾ അല്ലേ? സോണിയുടെ ഉണ്ട്. ഇത് കോമൺ ടാപ്പ് ഉണ്ട്, ഇത് റെഫറൻസ്, ഇത് ക്ലബ് സീരീസ്, ഇത് GTO, ഇത് അൽപൈന്, ഇത് പൈനിയർ, പിന്നെ ഇത് C1, ഇത് സാറോ. ഒരു കുന്ന ഐറ്റംസ് ഉണ്ട് കേട്ടോ. സാധനങ്ങൾ ഒരിക്കലും കുറവുണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെലക്ഷൻ ആണ് മെയിൻ. മോക്കോ ഉണ്ട്, ആഡിബെക്സ്, മോക്കോ 360 ഉണ്ട്. മോക്കോയിൽ 360 ഉണ്ട് അല്ലേ? ബ്ലോക്ക് ഉണ്ട്, 2 കൊല്ലം വാറണ്ടി. 2 കൊല്ലം വാറണ്ടി. ജർമ്മന്റെ 52 വാട്ട്സിൽ വരും. *4. അപ്പൊ സ്പീക്കർ ശരിക്കും ആമ്പ് വെക്കാതെ തന്നെ അടിപൊളി വർക്ക് ചെയ്യും അല്ലെ? നിങ്ങൾ മറ്റേ ഇത് ചെയ്യും, ഡാമ്പിങ്ങിന്റെ പരിപാടിയൊക്കെ ചെയ്യൂലേ? TVS ഉണ്ട്. ഇത് അവിടെ ഉണ്ടാവില്ല, ഷാപ്പ് 90% ചെക്ക് ചെയ്ത് നോക്കിയോളൂ, ഈ ബ്രാൻഡ് ഉണ്ടാവില്ല. ഗോൾഡ് ഫിനിഷ് ഉണ്ട്. ഇതാണ് അപ്പൊ ഇവിടുത്തെ മെയിൻ, വേറെ എവിടെയും കിട്ടാത്ത സാധനം അല്ലേ? ഗോൾഡ് ഫിനിഷ്, അത് 360 ഉണ്ട്. പിന്നെ നീഡ് ഫോർ സ്പീഡ് ഉണ്ട്. എല്ലാം 4GB കണ്ടിട്ടുണ്ട്. ഇതിൽ 6GB വരും. 6GB റാം, 64 നീഡ് ഫോർ സ്പീഡ്. നല്ല മൂവി കിട്ടും സാധനം. ഫ്രണ്ട് ഗിയർ ഉണ്ട്, കാരണം റക്കാണി വിളിക്കണത് നല്ല ബ്രാൻഡ്. നോക്കിയാൽ അതേപോലെ പ്രൊജക്ട് എല്ലാം കണ്ടിട്ടാവും. മോക്കോ, ഓട്ടോമൊച്ച്, ഇലക്ട്രോണിക്, ഗോബിള്, സോളോ 2 കൊല്ലം വാറണ്ടി വരും.
ഏത് ഇത് എല്ലാ പ്രോജക്റ്റും ഒരു കൊല്ലം വാറണ്ടി വരും. അത് മാത്രം 2 കൊല്ലം, TVS 2 കൊല്ലം, സോളോ 2 കൊല്ലം. പിന്നെ ഓർഡിനറി നോർമൽ വിൻടോണ്, ലൂമാക്സ്, പിയാമ്, പ്രണോഡ് എല്ലാം ഉണ്ടാവും. പിന്നെ ഫോഗ്ലാം ഉണ്ട് നമുക്ക്. അതേപോലെ ഫോഗ്ലാം ഒക്കെ ഉണ്ടാവും. ജസ്റ്റ് 1500 രൂപ. 1500 രൂപ അല്ലേ? 2 ഫോഗ്ലാം. ഓ, നമുക്കത് വെക്കാൻ പറ്റാത്ത ഭയങ്കര വിഷമമായി, സൈസ് ഇല്ലാത്ത കാരണം. അതുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. സ്പീക്കേഴ്സ് ബേസിക് പറഞ്ഞില്ലേ? ഒരു കൊല്ലം വാറണ്ടി വരും. ഒരു കൊല്ലം വാറണ്ടി. ഇത് ബേസ് അല്ലേ? സ്റ്റാർട്ടിംഗ് TVS நிறைய branch എല്ലാം ഉണ്ട്. ഓക്കെ. ഡാമ്പിംഗ് അൽസറ. കുറേ ബ്രാൻഡുകളുടെ ഉണ്ടല്ലേ ഡാമിങ്ങിന്റെ മെറ്റീരിയല്. ടോപ്പ് ക്വാളിറ്റിയാണ്. ഗോൾഡൻ സീരീസ്. ഗോൾഡൻ സീരീസ് എഴുതിണ്ടാവും അല്ലേ? ഇതൊക്കെ പക്ക 2.5 ലെയർ 2.5 തിക്നെസ് അല്ലേ? ശരിക്കും ഒരു ഇന്നോവയോ അല്ലെങ്കിൽ ഇന്നോവ വേണ്ട, ഒരു സ്വിഫ്റ്റ് പോലത്തെ വണ്ടിയാണെങ്കിൽ ഡാമ്പ് ചെയ്യണമെങ്കിൽ ഡാമ്പിങ്ങിന് മാത്രം ഏറ്റവും നല്ല മെറ്റീരിയൽ ചെയ്യുകയാണെങ്കിൽ എത്ര വരും? DD മോറൽ ഇതല്ലേ? ഞാൻ ചോദിക്കണതേ, ഒരു സ്വിഫ്റ്റ് പോലത്തെ വണ്ടിക്കാണെങ്കിൽ എത്ര രൂപ വരും? ഡോറിൽ ഒട്ടിക്കുന്ന പ്രോപ്പറായി ചേരും പറഞ്ഞാൽ മൊത്തം 10 ഷീറ്റ് വരും. 10 ഷീറ്റ്. ഒരു ഷീറ്റ് സ്റ്റാർട്ടിംഗ് നമുക്ക് 950 അപ്പോൾ 9500. ശരിക്കും എല്ലാം ഡിക്കി അതുപോലെ തന്നെ ബാക്കി എവിടേക്ക് ഇട്ട് അത് മൊത്തം ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 15 രൂപ വേണം. സൂപ്പറായിട്ട് ഫുൾ ഫിനിഷ് ചെയ്ത് സൗണ്ട് എഫക്റ്റ് വണ്ടിയുടെ ഉള്ളിലേക്ക് തുണ്ട് സൗണ്ട് പോലും കേൾക്കില്ല ഉള്ളിലത്തെ, അങ്ങനെ കിട്ടാൻ അല്ലേ? അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധനം. ടെക്നോളജി പുതിയത് വരുമ്പോൾ ഈ വക സാധനങ്ങളൊക്കെ എല്ലാവരും യൂസ് ചെയ്ത് തുടങ്ങി. പണ്ടൊന്നും ഇതില്ല. ഓക്കെ. സെൻട്രൽ ലോക്കുകള് ഇത് 3 രൂപ വരും. വേൾഡ് ടെക്കിന്റെ 3 രൂപ. 3 രൂപയാണ് ഇതിന്റെ റേറ്റ് ഉള്ളൂ അല്ലേ? ഓക്കെ. അതേപോലെ പാനലുകൾ ഉണ്ടെന്നുണ്ടല്ലേ? എല്ലാത്തിന്റെയും പാനൽ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവിടെ സീറ്റ് സ്റ്റിയറിംഗ് കവറുകളുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നെക്ക് റെസ്റ്റ്. പിന്നെ ഇത് ഞാൻ 2 എണ്ണം മേടിച്ചു കേട്ടോ. ഒരു വേറെ കൂട്ടുകാരന്റെ വണ്ടിക്കും മേടിച്ചു. അത് ഇതല്ല മോഡൽ, ഇത് ലേശം കുറഞ്ഞ മോഡലാണെന്നുണ്ട്. ഇതിനും കൂടിയ മോഡലാണ് ഇപ്പൊ നമ്മൾ മേടിച്ചിട്ടുള്ളത്. അപ്പൊ വെറും 500 രൂപ. അതെ. അപ്പോൾ ഇത് 500 രൂപയും അത് 700 രൂപയാണ് വിലയുള്ളൂ. 800 റുപ്പീസ്. 500. ഓക്കെ. ഇത് വെറും 1500 രൂപയുള്ളൂ 70 മാറ്റിന് അല്ലേ? യൂണിവേഴ്സൽ. ഇത് നമ്മുടെ ഇതിലേക്കൊക്കെ കറക്റ്റ് ആവുമോ ശരിക്കും? ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. ഇതൊന്ന് കാണിച്ചു തരുമോ ജസ്റ്റ്? കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരുപാട് ആൾക്കാർ 70 മാറ്റ് ചോദിക്കണം. ഇത് ഇത്ര വില കുറവെന്ന് പറയുമ്പോഴേ ഓട്ടോമാറ്റിക്കലി ഒന്ന് കാണുമെങ്കിലും ചെയ്യാമല്ലോ ഇത് എന്താ സംഭവം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കട്ടെ ആൾക്കാർ. 1000 എത്രയാ പറഞ്ഞത്? 1500. 1500 രൂപയുള്ളൂ കേട്ടോ 70 മാറ്റ്. ഇതേപോലെ തയ്ച്ച് ഇത് കണ്ടോ, മറ്റേ ഇതൊക്കെ ഇട്ട് സൂപ്പറായിട്ട് എല്ലാ ഭാഗവും കവറായി പോവും. അല്ലാണ്ട് കവറിങ് കുറവ് അല്ലെങ്കിൽ നിൽക്കണ കേസൊന്നുമില്ല. എന്താ പറയുക, 2 കൊല്ലം കിട്ടും അല്ലേ? മതി. എന്നാൽ കൂടിയും എന്താ പറയുക, കാണാൻ നല്ല അടിപൊളി സെറ്റപ്പ് അല്ല? അങ്ങനെ കാണാനുള്ളൊരു ഇഷ്ടത്തിനൊക്കെയാണ് ഈ ഒരു ടൈപ്പ് എടുക്കാൻ കേട്ടോ നല്ലത്. ഈ 1500 രൂപയ്ക്ക് ഇങ്ങനത്തെ എന്ന് പറയുമ്പോൾ അടിപൊളിയായിട്ടുണ്ട്. ഇതെന്തായിരുന്നു? ഇത് വില കൂടിയായിട്ടാണോ? ഇല്ലടാ, ഇത് നമ്മുടെ നാട്ടില് നിറയെ കസ്റ്റമറുകളൊക്കെ പോയിട്ടുണ്ട്. ആള് തുറക്കട്ടെ. അത് തുറന്നിട്ട് എന്താണ് അത് മെറ്റീരിയൽ വേറെ ടൈപ്പ് ആണെന്നുണ്ട് കേട്ടോ. ഓ, ഇത് പ്ലാസ്റ്റിക് പോലത്തെ മെറ്റീരിയൽ അല്ലേ? റബ്ബർ. ഇതൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് വന്ന് എല്ലാവരും നാട്ടില് 3D മാറ്റ് ചോദിക്കുന്നുണ്ട്. ഇത് 3D മാറ്റല്ല, ഇതിന്റെ മാറ്റിന്റെ പേര് വന്ന ലോങ് ലൈഫ് മാറ്റ്. എം മാറ്റ് ആണ്. ഇത് വന്ന് GFX മാറ്റ് നാട്ടിൽ ചോദിക്കും. മാറ്റില്ല, ഇതാണ് ഈ മാറ്റ്. ഓ, ഇതാണ് സാധനം. ഇത് ഇട്ട പെർഫെക്റ്റ് ആയിരിക്കും അല്ലേ? ലോങ് ലൈഫ് മാറ്റ്. ലോങ് ലൈഫ് GFX മാറ്റ്. അത് വന്ന് കമ്പനി ബ്രാൻഡ് ലോങ് ലൈഫ് മാറ്റ് ആണ്. ഇതിപ്പോ യൂണിവേഴ്സിലാണോ ശരിക്കും? ഇത് വണ്ടിയുടെ തന്നെ വരും. ഇപ്പൊ ഇത് ഏത് വണ്ടിയുടേത്? ബലേനോടെ. ഇത് തന്നെയാണോ ഡിസൈറിലേക്കും എല്ലാത്തിനും സെയിം തന്നെയാണ് അല്ലേ? ഓക്കെ ഓക്കെ. ചെറിയ പൈസ 400 വരും. 400 വരും. ഓക്കെ. അല്ല, ഈ സാധനം കാണുമ്പോൾ തന്നെ ക്വാളിറ്റി മതി. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പോലെ ഒന്നല്ല, 700 രൂപയുടെ സാധനം പോലെ ഒന്നും അല്ലെങ്കിൽ 800 രൂപയുടെ സാധനം പോലെ ഒന്നല്ല. സാധനം നല്ല പെട്ട സാധനം, കണ്ടു കഴിഞ്ഞാൽ ഇതേ മേടിക്കുള്ളൂ. പക്ഷെ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കോസ്റ്റ് ആവണതുകൊണ്ട് പിന്നെ നമുക്ക് ഇത് വില കൂടിയ സാധനം വേണമെന്നുള്ള ആൾക്കാർക്ക്, നല്ലത് വേണമെന്നും ലൈഫ് ടൈം നിൽക്കണം എന്നുള്ള ആൾക്കാർക്ക് ഈ സാധനം മേടിച്ചിട്ട് പിന്നെ നോക്കണ്ട.
അടിപൊളിയായിട്ട് നിന്നോളൂ കേട്ടോ. PVC മാറ്റ്. ആ ഇത് നമ്മുടെ വണ്ടിയുടെ ഉള്ളിലൊക്കെ ചെയ്ത പോലെ. ഇത് നമ്മൾ സ്വിഫ്റ്റ് പോലത്തെ വണ്ടിക്കൊക്കെ ചെയ്ത് കൊടുക്കാനായിട്ട് എത്ര രൂപ മേടിക്കാം? ചേട്ടാ സ്വിഫ്റ്റ് ഒക്കെ രണ്ട് ക്വാളിറ്റിയിലുണ്ട്. ആ തിക്നെസ് കമ്മി പറഞ്ഞാൽ 1800 വരും. 1800. തിക്നെസ് കൂടുതൽ പറഞ്ഞാൽ 2400 വരും. 400 വരും. ഓക്കെ, അതൊക്കെയാണ് കേട്ടോ. മാറ്റിന്റെ കസ്റ്റമേഴ്സ് ആ എങ്ങനെ വേണമെങ്കിലും കറക്റ്റ് ചെയ്ത് തരുമെന്നല്ലേ? എല്ലാം ഉണ്ട്. ഓക്കെ. നിലവിൽ ഇവരുടെ കടയിലേക്ക് വരുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞു, നമ്മളുടെ ലോറിപ്പേട്ടയുടെ അവിടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ കാണുന്ന ഷോപ്പാണ് ഫ്രണ്ട്സ് അല്ലേ കടയുടെ പേര്. ഇനി അണ്ണൻ്റെ നമ്പർ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും. നമ്പർ അയച്ചു തരാം. ആ നമ്പർ അപ്പോൾ എനിക്ക് പറഞ്ഞു തന്നാൽ മതി, ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പൊട്ടെന്നോ? ഓക്കെ ശരി. ഓക്കെ ആ ബായ്. നീ എന്ന് സാപ്പിട്ടിട്ട് എനിക്ക് കിടക്കില്ലല്ലോ ഏടാ എനിക്ക്. വേണം ഞാൻ ചുമ്മാ ചൊല്ലിയത്. വേണം ശരി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ. ഈ സിസ്റ്റം ക്യാമറ സ്പീക്കർ എല്ലാം 5 രൂപ. എല്ലാത്തിനും കൂടി 5 രൂപ. ഇതൊന്നും പറഞ്ഞേ, ഈ സെറ്റ് ഏതാ കമ്പനി? ഇത് മോണോ ബ്രാഞ്ച് മാനേജിൽ വന്ന സിസ്റ്റം, പിന്നെ ക്യാമറ, ക്യാമറ, പിന്നെ എക്സ്ട്രീം സ്പീക്കർ, വാറന്റി ഇല്ലേ? എല്ലാം എല്ലാം അടക്കം എല്ലാം 5 റുപ്യ.